ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എവർക്കും അറിയുന്നത് പോലെ ജൂലൈ 3-ാം തീയതി ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ചാരിറ്റിയുടെ വർക്കിൻ്റെ പ്രവർത്തനം സമീപിച്ചായിരുന്നു. അവിടെ കാലാവസ്ഥ വലിയ പ്രതികൂലമായിരുന്നെങ്കിലും അന്നത്തെ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി മാറിയത്. രാവിലെ 8 മണിയോടെ കാലാവസ്ഥയെല്ലാം നല്ലതായിട്ട് മാറി, മഴകളെല്ലാം മാറി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനയാണ് അതിലുണ്ടായിരുന്നത്. ഞാൻ അവിടെ നമ്മൾ ചെയ്ത പ്രവർത്തനം വന്ന് ചാരിറ്റിയുടെ പ്രവർത്തനത്തിൽ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയാണ് ഈ വർഷം നമ്മൾ ചെയ്ത പ്രവർത്തനം ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിൽ ഞാനതിൻ്റെ ക്ലിപ്പിങ്സ് കാണിക്കാം നിങ്ങളെ. അവിടെ വീഡിയോഗ്രാഫി നമുക്ക് അലൗഡ് അല്ലായിരുന്നു. കാരണം ഇവരെ ഒറ്റപ്പെട്ട ഒരു സമൂഹമാണ് ഇവർക്ക് ഇതിനോട് കുറച്ച് ഇതുള്ളത് കൊണ്ട് ലോങ് ഷോട്ട്സ് ഫോട്ടോഗ്രാഫി നമ്മൾ എടുക്കുകയുണ്ടായി. ഇതിൻ്റെ ചെറുതായിട്ടുള്ള ഏതാനും നിമിഷങ്ങളിൽ ഞാനത് നിങ്ങളെ കാണിക്കാം. പത്തനംതിട്ട ജില്ലയിൽ ഏതാനും ജൂലൈ 2-ാം തീയതിയുടെ സെൻസസ് പ്രകാരം 1556 എയ്ഡ്സ് രോഗികളാണ് അവിടെയുള്ളത്. അതിൽ 495 PNP എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനുമായിട്ട് അവർ രജിസ്റ്റേർഡ് ആണ്. PNP എന്ന് പറയുന്നത് പത്തനംതിട്ട പോസിറ്റീവ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറയുകയുണ്ടായി. സൂസൻ എന്ന് പറഞ്ഞ ഒരു സഹോദരി, വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു സഹോദരിയാണ് അതിൻ്റെ നടത്തുന്നത്. ആ 495 പേരിൽ 130 പേര് ബിലോ ദ പോവർട്ടി ലൈനിലുള്ളവരെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അവര് വളരെ സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്നവരാണ് അവർ. ഈ പ്രവർത്തനത്തിൽ ദൈവത്തിൻ്റെ വൻ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഇവരോട് കൂടുതൽ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ദേശത്ത് തന്നെ ഒറ്റപ്പെട്ടവരാണ്, തള്ളപ്പെട്ടവരാണ്. അവര് ഒരു സ്കൂളിലോ ഒന്നിലും തന്നെ കടന്നു പോകാൻ കഴിയാത്ത കുഞ്ഞു പിള്ളേർ വരിക്കും അന്നത്തെ ഇതിൽ കടന്നു വന്നിരുന്നു. അവരുടെ തെറ്റുകൊണ്ടല്ല, പക്ഷെ അങ്ങനെ അവർക്ക് സംഭവിക്കുകയുണ്ടായി. ഇവരെ നമുക്ക് സഹായിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ നമ്മുടെ ഉണ്ടായിരുന്നു. ഞാനോ നമ്മളാരും തന്നെ അറിഞ്ഞിരുന്നില്ല അങ്ങനത്തെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു. പക്ഷെ ദൈവത്തിന് വലിയൊരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്രകാരം അവിടെ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് സഹായിച്ചു. ഞാൻ 2-3 സഹോദരന്മാരടുത്ത് സംസാരിച്ചപ്പോൾ അവിടുന്ന് മനസ്സിലായത്, ഒരു സഹോദരിയുടെ അടുത്ത് പറയുകയായിരുന്നു, വർഷങ്ങളായിട്ട് ജോലിയില്ല, ജോലിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ 1 മാസം ജോലിക്കാരിയായിട്ട് ഒരു ഭവനത്തേക്ക് എത്തിച്ചേരും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകുന്നത് അവരെങ്ങനെയോ അറിയും ഇവരൊരു എയ്ഡ്സ് വിക്റ്റിമാണ്. അവിടുന്ന് പറഞ്ഞുവിടും. വേറൊരു ജില്ലയിലേക്ക് പോകും, അവിടെ ഇത് തന്നെയാണ്. ഇവർക്ക് വളരെ ദേശത്ത് തന്നെ, ആ സ്ഥലത്ത് തന്നെ ഇവർ വളരെ ഒറ്റപ്പെട്ടവരാണ്. ആരും തന്നെ ഇവരെ ചേർക്കുകയോ ഈവൻ സഭകൾ പോലും അവരെ തള്ളി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. അവർക്ക് ഇന്ന് ഈ പ്രവർത്തനം ഇത്രയും വൻ വിജയകരമായി ഞാൻ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടുകൂടെ പാസ്റ്റർ ഉണ്ടായിരുന്നു, മാറാനാഥ ഗോസ്ബൽ ചർച്ചിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇവിടുന്ന് രായിച്ചാനോട് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ തിരുവല്ല പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇതൊരിക്കലും പോസിബിൾ ആയിരിക്കില്ലായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ. നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് എത്തിച്ചു തന്ന കോയിൻ ബോക്സിൽ കൂടെ തന്ന ഇത്. ഓരോ നാണയവുമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഓരോ വിക്ടിംസിനും നമുക്ക് എത്തിച്ചേർക്കുവാൻ സഹായിച്ചത്. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാരിറ്റി ഫംഗ്ഷനിലേക്ക് വേണം. അനേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെല്ലാം സഹായിക്കുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും അപേക്ഷിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി കമ്മിറ്റി മെമ്പേഴ്സിനോട്, പാസ്റ്ററിനോട് എനിക്ക് ഈ ഒരുക്കി തന്ന വേദിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ വിഷയങ്ങൾ അവതരിപ്പാനിടയായിത്തീർന്നു. ഒന്ന്, ഞാൻ ആ ഭാഗത്തു നിന്നുകൊണ്ട് ഒന്നുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ചാരിറ്റി വർക്ക് നമ്മൾ ചെയ്തത് മുഴുവൻ നമ്മുടെ സഭകളിൽ ഉള്ളതായിരിക്കുന്ന ലൊക്കേഷനിൽ അവരുടെ സഭയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല നമ്മൾ സപ്പോർട്ട് കൊടുത്തത്. അല്ലാതെ ഉള്ള പല ജാതി മത വ്യത്യാസമില്ലാതെ ആ സമൂഹത്തിൽ പഞ്ചായത്ത് മറ്റുള്ള ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്
അത് ഏത് ആർക്കാണ് അത് വളരെ ആവശ്യമായിരിക്കുന്നത്, അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ചർച്ചിന് അകത്തുള്ള മെമ്പേഴ്സിന് നമ്മൾ കൊടുത്ത ഒരു സപ്പോർട്ടിനെ കുറിച്ചല്ല. നമ്മൾ പതിവായിട്ട് ആലപ്പുഴ എനിക്ക് തോന്നുന്നു ഏകദേശം 10 പേർക്കോളം എല്ലാ മാസവും മരുന്നിനുള്ള പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാരിറ്റി വർക്കിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കുന്ന ഒരു സിംഗിൾ പൈസ പോലും മറ്റൊന്നിനും അത് കടന്നു പോകത്തില്ല. അത് പ്യൂർലി അത് ചാരിറ്റി വർക്കിന് വേണ്ടി ചെയ്യും എന്നുള്ളത് ഞാൻ വീണ്ടും ഉറപ്പ് തരട്ടെ. വളരെ ഭംഗിയായിട്ട് രാജേഷ് ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മുടെ സപ്പോർട്ട് അതിനനുസൃതമായിട്ട് കൊടുക്കുവാനായിട്ട് കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ.